നിങ്ങൾ പലർക്കും തോന്നിയിട്ടില്ലേ, ലൈഫ് ഞാൻ വിചാരിച്ച ഒരു ദിശയിലേക്കല്ല ഒഴുകുന്നത്, അല്ലെങ്കിൽ ഇതിനേക്കാൾ വളരെ ബെറ്റർ ആയിട്ട് എനിക്ക് കുറേ കൂടെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാമായിരുന്നു ലൈഫിൽ, അതല്ലെങ്കിൽ എനിക്ക് കുറേ കൂടി ബെറ്റർ ആക്കാമായിരുന്നു, ഞാൻ വിചാരിച്ചതുപോലെ അല്ല, എന്തൊക്കെയോ കാര്യങ്ങൾ മിസ്സിങ് ആണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ പൂജ്യത്തിൽ നിന്ന് നമുക്ക് ഒന്നുകൂടി വീണ്ടും തുടങ്ങിയാലോ? അപ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നമുക്ക് മാറാനുള്ളൊരു തീരുമാനം, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് കൊണ്ടുവരാനുള്ളൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം, ഞാൻ അങ്ങനെ പെട്ടെന്നൊരു സഡനായിട്ടൊരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ളൊരു ആകുലത, അല്ലെങ്കിൽ ആ ഒരു വിഷമം മനസ്സിൽ നിന്ന് കളയുക. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയാലും പലരും ഇങ്ങനെ നിങ്ങൾ കൊണ്ടുവരുന്നൊരു ചേഞ്ച് ശ്രദ്ധിക്കാൻ പോലും അവർക്ക് സമയമില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അവർക്ക് ഇതിനേക്കാൾ ഒരുപാട് ബിസി ആയിട്ടുള്ള കാര്യങ്ങൾ കാണും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് നമ്മുടെ മനസ്സ് എന്താണോ പറയുന്നത് അതുപോലെ ശരിയായ ഒരു തീരുമാനമെടുത്ത് നമ്മൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് കാര്യം, അതിനുവേണ്ടി നമ്മുടെ പാസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങളിൽ പലരും പല വിഷമിപ്പിക്കുന്ന ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ പല ട്രോമയൊക്കെ ആലോചിച്ച് എപ്പോഴും മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു ചിന്ത മനസ്സിൽ നിന്ന് കളയുക. പാസ്റ്റിനെ പറ്റി കളയുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഹാർഡാണ്. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിന് അപാരമായ കഴിവുണ്ട്. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതേ ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വിഷമിപ്പിക്കുന്ന പാസ്റ്റിലുണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് അതിൻ്റെ ഒരു മൂഡൊന്ന് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം, അപ്പോൾ ബുക്സ് വായിക്കാം. അങ്ങനെ പല കാര്യങ്ങളിലേക്ക് നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, എന്തെങ്കിലും നിർബന്ധമായും ഒരു ലക്ഷ്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുക. ആ റീസ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാനിൽ എന്ത് ചേഞ്ചാണ് കൊണ്ടുവരേണ്ടതെന്ന് ചിന്തിക്കുക. ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നിങ്ങൾ നിരന്തരം കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. നമുക്ക് ഉറപ്പായും നമ്മുടെ ആ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കരിയറിന് വേണ്ടിയോ ജോലിക്ക് വേണ്ടിയോ നിങ്ങൾ വീട് വയ്ക്കുന്നതിന് എന്തോ ആയിക്കോട്ടെ, എന്തിനെ ആയാലും ഒരു ചെറിയ ലക്ഷ്യമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പരാജയങ്ങളോടുള്ള പേടി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക. കാരണം പരാജയങ്ങൾ ഒരിക്കലും അവസാന വാക്കല്ല. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ പല ലിമിറ്റേഷൻസ് കാണും. അതിനെയൊക്കെ എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്നുള്ളത് ചിന്തിക്കുക. നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ ഗട്ട്സിലാണ്, നിങ്ങളുടെ വിൽ പവറിലാണ്, നിങ്ങളുടെ കഴിവിലാണ് വിശ്വസിക്കേണ്ടത്. എന്നും ഈശ്വരനോട് നന്ദിയുള്ളവരായിരിക്കാം. ഇനി ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണുക.